ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് പയ്യാമ്പലം ബീച്ചിലാണ്. പയ്യാമ്പലം ബീച്ച് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പയ്യാമ്പലം ബീച്ചിൻ്റെ സൗന്ദര്യങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്കൊന്ന് കാണാം. ഇവിടെ മറ്റേ ഡ്രൈവിംഗ് ബീച്ച്, മുഴുപ്പിലങ്ങാടി ബീച്ചുണ്ട്. ഡ്രൈവിംഗ് ബീച്ച് അതുപോലത്തെ കാഴ്ചകളൊന്നുമില്ല. ഇവിടെ സാധാ ബീച്ചാണ്. കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് അവരുടെ സായാഹ്നങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. അവരെ ഒഴിവുള്ള സമയങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. വളരെ നല്ല രസകരമായ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. വരൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വൃത്തിയുള്ള ബീച്ചാട്ടോ. നല്ല വൃത്തിയുള്ള ബീച്ചാണ് ഇവിടെ. അവിടെ കുറേ ആൾക്കാർ അങ്ങനെ അവരുടെ സായാഹ്നങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ അസ്തമിക്കാൻ ഒരുപാട് സമയം എടുക്കും. എന്നാലും കുറേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ പാർക്ക് ചെയ്യാൻ ഒരു 1.5 കിലോമീറ്റർ വണ്ടി ഓടിക്കേണ്ടി വന്നു. ചേട്ടനുണ്ട് പല പോസ്റ്റിൽ നിൽക്കുന്നത് ഫോട്ടോ എടുക്കാൻ. നല്ല മനോഹരമായ കാഴ്ച കേട്ടോ അവിടെ. നല്ല വൃത്തിയുണ്ട് ബീച്ച്. ഇവിടെ എല്ലാ ഭാഗത്തും നല്ല വൃത്തിയുണ്ട്. അഭിലാഷ് ബ്രോ അതാ ഷൂ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തൂടെ വെള്ളം തൊടാതെ നടക്കുകയാണ്. വളരെ മനോഹരം. ഒന്ന് കടലിൽ കുളിക്കാൻ തോന്നുന്നു. ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട്. നല്ല വൃത്തിയുണ്ട് ഇവിടെ. കോഴിക്കോടിൻ്റെ ചില ഭാഗത്ത് വൃത്തി കുറവുണ്ട്. കുറച്ച് ആൾക്കാർ ഇതാ അവിടെ ഓടുന്ന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയാ തോന്നുന്നു. സുഹൃത്തുക്കൾ, ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിവിശാലതയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കിലോമീറ്ററോളം ഉണ്ട്. നല്ല വിശാലമായ രീതിയിലാണ് കാണുന്നത്. ആൾക്കാരൊക്കെ ഇതാ അവിടെ ഇരുന്ന് അവരുടെ സായാഹ്നങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്, ഒഴിവുള്ള ദിവസമാണ്. ഭയങ്കര തിരക്കാണ് ഇവിടെ ബീച്ച്. ഇവിടെ നടപ്പാതയാണ്. ഈ നടപ്പാതയിൽ നിന്ന് ബീച്ചിലേക്കുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ വണ്ടി ഒരു ഭാഗത്ത് നിർത്താൻ പാടുള്ളൂ. ഇവിടെ വലതുവശത്ത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 500 രൂപ ഫൈനാണ്. പോലീസ് എല്ലാ സമയത്തോടെ വന്ന് നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പം അഭിലാഷ് ഒരു ചായ കുടിക്കാൻ ക്ഷണിച്ചു. ചായക്ക് അതൊക്കെയാണ് കോഫി. സുഹൃത്തുക്കളെ, ബീച്ച് ഭയങ്കര തിരക്കാട്ടോ. ഞങ്ങൾ ബീച്ചിലെത്തിയ സമയത്ത് ഇങ്ങനെ ഒരു ചായ കുടിക്കാൻ ക്ഷണിച്ചു. ചായ കുടിക്കുകയാണ്. ചായ വാങ്ങിച്ചു. ഞാനൊരു കട്ടൻ ചായ വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഇടാം. എന്താ കറവപ്പട്ടയോ ഏലോ ഇങ്ങനെ എന്തൊക്കെയോ ഇട്ടതുപോലെ തോന്നും. ഇവിടെ വരാറുണ്ട് നിങ്ങൾ ഇടക്കിടക്ക്? ഇവിടെ വരാറുണ്ടല്ലോ. ഞാൻ അവിടെ ആദ്യമായിട്ടോ വരുന്നത്. നമുക്ക് ഒരുപാട് ബീച്ചുണ്ട്. നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തിയുണ്ട്. അപ്പം കോഴിക്കോട് ഇതുപോലെ തന്നെ ഒരുപാട് ബീച്ചുകളുണ്ട്. എല്ലാം വൃത്തിയായിട്ട് കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട്. ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോട് കാലിക്കറ്റ്. ഓക്കെ, മൈ ചാനൽ നെയിം ഈസ് കാലിക്കറ്റ്. ഇവിടെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട്. റോഡ് തിരക്കാണ്. ബീച്ച് നല്ല തിരക്കാണ്. ഞായറാഴ്ച കേട്ടോന്ന്. ഇത് കൂടെ ചെറിയ അമ്യൂസ്മെൻറ്റ് പാർക്കില്ല ഇവിടെ. അപ്പം നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഒന്ന് പോകാം ഈ ചായ കുടിച്ചതിന് ശേഷം. ഓക്കെ, കോഴിക്കോട് ബീച്ചിൻ്റെ അത്ര ഒരു ബിസിനസ്സുകളൊന്നും അവിടെ കാണില്ല. അത്ര നീളത്തിൽ കാണുന്നില്ല. പക്ഷേ എന്നാലും ഈ ബീച്ച് കാണാൻ നല്ല ഭംഗിയാണ്, വൃത്തിയാണ്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മുഴുപ്പിലങ്ങാടി ബീച്ചാണ് കേട്ടോ. അത് ഡ്രൈവിംഗ് ബീച്ച് എക്സലൻ്റ് അല്ലേ. അപ്പോൾ നമുക്ക് പോയാലോ? ബൈ. കണ്ണൂർ വിഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് വിഭവങ്ങളുണ്ട് ഇവിടെ. കണ്ണൂർ ചായ കുടിച്ചപ്പോളേ ഒരു ഉണർവ് കിട്ടി. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ഈ നടപ്പാതയിലൂടെ ഒന്ന് ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഇതാണ് നടപ്പാത. ഇതിൻ്റെ സൈഡിലൂടെ നല്ല സ്വസ്ഥമായ രീതിയിൽ നമുക്ക് നടക്കാം.
ഒരു ഭാഗത്ത് റോഡിന്റെ സൗന്ദര്യവും മറ്റൊരു ഭാഗത്ത് ബീച്ചിന്റെ സൗന്ദര്യവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഇതാണ് കല്ലുകൊണ്ടുള്ളൊക്കെ ഇരിക്കാനുള്ള സീറ്റ്. സീറ്റ് കണ്ട ഉടനെ തന്നെ നമ്മൾ ആളവിടെ ഇരുന്നുണ്ട്. കാരണം അങ്ങനെ ക്ഷീണിച്ചു. അങ്ങനെ ഇങ്ങനത്തെ ഹാർഡായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ലെന്ന് തോന്നുന്നു. ഇതാണ് സുഹൃത്തുക്കളെ ബീച്ചിന്റെ ദൂര ദൃശ്യങ്ങളൊക്കെ. അല്പം ഇരുന്നതിന് ശേഷം ഞങ്ങൾ കുറച്ചുകൂടി നടക്കാൻ തീരുമാനിച്ചു. പിന്നെ ഇവിടെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട്, അതൊന്ന് പകർത്തണം. വേറെ 1-2 പാർക്ക് ചെറിയൊരു ഇതുകൊണ്ട് അവിടേക്കൊന്ന് പകർത്തണം ആഗ്രഹമുണ്ട്. സുഹൃത്തുക്കളെ ഇതാണ് ഇവിടുത്തെ അമ്യൂസ്മെന്റ് പാർക്ക്. ചെറിയൊരു അമ്യൂസ്മെന്റ് പാർക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് വിനോദത്തിൽ ഏർപ്പെടാം. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് റൈഡുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങൾ പയ്യാമ്പലം ബീച്ചെല്ലാം നടന്നു കണ്ടു. ഇത് ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന പിന്നെ ഈ ഭാഗത്തുള്ള റോഡ് വളരെ ചെറിയ റോഡാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വണ്ടി ആ ഭാഗത്ത് പാർക്ക് ചെയ്യാൻ പാടില്ല. ആ ഭാഗത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനാണ്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇതാണ് പയ്യാമ്പലം ബീച്ച്. പയ്യാമ്പലം ബീച്ച് ഒരു 5-6 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നീളമുണ്ട്. 5-6-7 കിലോമീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വ്ളോഗ് ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നതായിരിക്കും.